ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ സിഗ്നേച്ചറും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളുടെയും പോലും അതൊരു ആധുനികമായിട്ടുള്ള ഒരു സംവിധാനമാണെങ്കിൽ പോലും അതിന്റെ പോലും കാലം കഴിഞ്ഞു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം സ്കാമുകളും കാര്യങ്ങളും ഇന്റർനാഷണൽ ലെവലില് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് അയക്കുമ്പോൾ ഇതിന്റെ അകത്ത് വലിയ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ആക്സസ് ചെയ്യാനോ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് കസ്റ്റംസുകാർക്കാണെങ്കിലും ബാക്കി. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളത് നമുക്കറിയാം. ഞാനിത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒന്നും നമ്മുടെ സിസ്റ്റത്തിലൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്കൊരു വിശ്വാസ്യത ഉണ്ടാകുന്ന രീതിയിൽ ബിറ്റ്കോയിൻ ഡിജിറ്റൽ കറൻസി പോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ഡോക്യുമെന്റേഷൻ നടത്തുന്ന ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ആയി വരുന്നു. പല രാജ്യങ്ങളിലും അത്തരം കാര്യങ്ങളാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ആയിട്ടുള്ള ബയറിനായാലും കസ്റ്റംസ് ഓഫീസേഴ്സിനായാലും എയർലൈൻ കമ്പനിക്കായാലും ഷിപ്പിംഗ് കമ്പനിക്കായാലും അല്ലെങ്കിൽ അവിടുത്തെ കാർഗോ ഏജൻസിനായാലും എല്ലാവർക്കും ഇത് വളരെ വിശ്വാസ്യമായിട്ടുള്ള വളരെ വളരെ ഒരു ടെക്നോളജിയാണ്. ഇതിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ടെക്നോളജി ആയിട്ട് നമ്മുടെ ഫ്യൂച്ചർ ഡിജിറ്റൽ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ട്രേഡ് സർട്ടിഫിക്കേഷൻ എല്ലാം ഡിജിറ്റൽ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലോട്ട് മാറുന്ന കാലം വിദൂരത്തിലല്ല. അത് സംഭവിക്കാം. ഞാനീ പറഞ്ഞ നമ്മുടെ സർക്കാർ ഏജൻസിയിൽ നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റുകൾ മാറുമെന്നല്ല ഞാൻ പറയുന്നത്. ട്രേഡ് ഡോക്യുമെന്റ്സ് മുഴുവൻ ബ്ലോക്ക് ചെയിനിലായിട്ട് ബാങ്കുകളിലോട്ട് പോകുന്ന ഒരു സിസ്റ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ചുകൂടി ഇന്ന് കയറ്റുമതി വ്യാപാരത്തിൽ ഇറങ്ങുന്ന സംരംഭകർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് പുതിയ ടെക്നോളജി വരുന്നു, അതിനെക്കുറിച്ച് എസ്റ്റാബ്ലിഷ് ആയി വരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്.